ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ചെങ്ങന്നൂരിനുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ BJP നേതാവ് ഇന്ന് മത്സരിക്കുന്ന മണ്ഡലം ചെങ്ങന്നൂരല്ല. നമുക്കറിയാം, തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മഞ്ചേശ്വരമാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ BJP നേതാക്കന്മാർക്ക് ആത്മവിശ്വാസത്തോടെ പോയി മത്സരിക്കാമായിരുന്ന മണ്ഡലമായിരുന്നു. PS ശ്രീധരൻപിള്ള BJPയുടെ 2 തവണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ പിന്നീട് ഗോവ ഗവർണറായിട്ട് റിട്ടയർ ചെയ്ത അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള വലിയ വോട്ട് നേടി മത്സരരംഗത്ത് വന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ. അത് 2016 അന്ന് അദ്ദേഹം 42,682 വോട്ട് പിടിച്ചു. പക്ഷെ അത്ഭുതകരമായൊരു കാര്യം, ശ്രീധരൻപിള്ള മാറിയിട്ട് ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ നേതാവ് MV ഗോപകുമാർ മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ ശ്രീധരൻപിള്ള പോയതുകൊണ്ട് ആവാം ഒരു കാരണം, പക്ഷേ മറ്റു പല കാരണങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. MV ഗോപകുമാർ ഇനി കിട്ടിയത് 34,620 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ പെട്ടിയിൽ നിന്ന് 8,000 വോട്ട് കുറഞ്ഞു പോയി. ഒന്ന്, കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്ന് 5,000 വോട്ടും കുറഞ്ഞു. മൊത്തം വോട്ടർമാരുടെ അപ്പോൾ 8ഉം 5ഉം 13ആയി. പുതിയ വോട്ടർമാരുടെ എണ്ണം 11,000 കൂടിയിട്ടുണ്ട്. 11ഉം 13ഉം കൂട്ടിയാൽ 24ആയി. സജി ചെറിയാന് കൂടുതൽ കിട്ടിയ വോട്ട്, KK രാമേന്ദ്രൻ നായരേക്കാൾ കൂടുതൽ കിട്ടിയ വോട്ട് ആ കണക്കിൽ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതാണ് ചിത്രം. ഇനി ഈ മണ്ഡലത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത മാത്രം ഞാൻ ആദ്യമേ പറയാം. ഇത് കേരള സ്പീക്കറുടെ മണ്ഡലമാണ്. ആദ്യ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശങ്കരനാരായണൻ തമ്പി സാറാണ് ആദരപൂർവ്വം കേരളം കാണുന്ന കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കറായിരുന്നു ശങ്കരനാരായണൻ തമ്പി സാറ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.